നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും PSC റാങ്ക് മേക്കേഴ്സിന്റെ 5 മിനിറ്റ് ചലഞ്ച് നമ്പർ 29ലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചലഞ്ച് നമ്പർ 29 ആണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ ഉള്ള എല്ലാ ചലഞ്ചുകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനു മുന്നേ ഉള്ള ചലഞ്ചുകൾ കൂടി അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ചലഞ്ചുകൾ മാത്രമല്ല, കറണ്ട് അഫയേഴ്സ് വീഡിയോകളുണ്ട്, ടോപ്പിക് ബേസ്ഡ് വീഡിയോസ് ഉണ്ട്, പിന്നെ അതുകൂടാതെ ക്വസ്റ്റ്യൻ പേപ്പർ റിസോൾവ് ചെയ്തതിൻ്റെ വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എക്സാമിന് വളരെയേറെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ചലഞ്ച് നമ്പർ 29ലേക്ക് കടക്കാം. ചലഞ്ച് നമ്പർ 29ൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യനൊപ്പമുള്ള ഓപ്ഷനുകളിൽ നിന്നും നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന ആൻസറുകളുമായി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എത്ര മാർക്കാണോ കിട്ടിയത് ആ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് നിലവിൽ വന്നത് എന്ന്? കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് എന്നാണ് നിലവിൽ വന്നത്? 1956 ആണോ, 1971 ആണോ, 1976 ആണോ, 1982 ആണോ? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കുടൈ കിറ്റ്മാഗർ അല്ലെങ്കിൽ സെർവൻറ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആര്? അപ്പോൾ കുടൈ കിറ്റ്മാഗർ അല്ലെങ്കിൽ സെർവൻറ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നവാബ് സലിമുള്ളയാണോ, നവാബ് മുഹമ്മദ് അലി ഖാൻ ആണോ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണോ, അൻവറുദ്ദീൻ ഖാൻ ആണോ? ഇതിൽ ആരാണ് കുടൈ കിറ്റ്മാഗർ അല്ലെങ്കിൽ സെർവൻറ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന മൂവ്മെന്റിന് നേതൃത്വം നൽകിയത്? മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വല സമുദായ പരിഷ്കാരണി സഭ, അതിൻ്റെ ഫൗണ്ടർ ആരാണ്? അപ്പം വല സമുദായ പരിഷ്കാരണി സഭ എന്ന് പറയുന്ന സഭ സ്ഥാപിച്ചത് ആര്? സഹോദരൻ അയ്യപ്പനാണോ, VT ഭട്ടതിരിപ്പാടാണോ, KP കറുപ്പനാണോ, ബാഗ്പടാനന്ദനാണോ? ഇവരിൽ ആരാണ് വല സമുദായ പരിഷ്കാരണി സഭ സ്ഥാപിച്ചത്? ഓക്കെ. അടുത്തതെന്ന് പറയുന്നത്, നിമോ ബസ്കോ പവർ പ്രൊജക്റ്റ്. നിമോ ബസ്കോ പവർ പ്രൊജക്റ്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥാപിതമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ് നിമോ ബസ്കോ പവർ പ്രൊജക്റ്റ് ഉള്ളത്? പഞ്ചാബ് ആണോ, ജമ്മു ആൻഡ് കാശ്മീർ ആണോ, അരുണാചൽ പ്രദേശ് ആണോ, ഉത്തർപ്രദേശ് ആണോ? അടുത്ത നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഉരുപിള്ളൈ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളിയാണോ, വാഗ്ഭടാനന്ദനാണോ, CV കുഞ്ഞിരാമനാണോ, മന്നത്ത് പത്മനാഭനാണോ? ഓക്കെ. അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സോൾ പീസ് പ്രൈസ് 2018 സോൾ പീസ് പ്രൈസ് ലഭിച്ചതാർക്ക്? അത് 2019 അത് അവാർഡ് ചെയ്തത് 2 ദിവസം മുന്നെയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഫെബ്രുവരി 23 ആണ്. ഇതിന് 2 ദിവസം മുന്നെയാണ് ഇത് അവാർഡ് ചെയ്തത്. ഓക്കെ. അപ്പോൾ സോൾ പീസ് പ്രൈസ് 2018 ലഭിച്ചത് ആർക്കാണ്? ഓക്കെ. നരേന്ദ്രമോദിക്കാണോ, ഡെന്നിസ് മുക്വേഗിനാണോ, ഏഞ്ചല മാർക്കലിനാണോ, ബാൻകി മൂണിനാണോ? ഇവരിൽ ആർക്കാണ് സോൾ പീസ് പ്രൈസ് 2018 അവാർഡ് ചെയ്തത്? ഓക്കെ. അടുത്തതൊരു സീരീസാണ്. ഈ സീരീസിൻ്റെ വിട്ടുപോയ ഭാഗം നിങ്ങൾ പൂരിപ്പിക്കുക. ഓക്കെ. ഒരു സിമ്പിൾ സീരീസ് ആണ്. എല്ലാവർക്കും ഒന്ന് നോക്കിയാൽ തന്നെ ആൻസർ കിട്ടുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 20, 19, 17 പിന്നെ ഒരു ഡാഷ് 10, 5. ഇവയിൽ ആ വിട്ടുപോയ ഭാഗത്ത് എന്താണോ വരുന്നത് അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ആൻസറുകൾ നോട്ട് ചെയ്യുക. അടുത്തത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം. ഓക്കെ. ഇന്ത്യ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ ഏത്? ഫസ്റ്റ് ഇൻഡിജീനിയസ് ഡെവലപ്ഡ് മൈക്രോ പ്രോസസ്സറിൻ്റെ പേര് എന്ത്? ശക്തി എന്നാണോ, കിലോ കോർ എന്നാണോ, പരം ഇഷാൻ എന്നാണോ, പരം കാഞ്ചൻജംഗ എന്നാണോ? ഇതിനകത്ത് ഏതാണ് ഇന്ത്യ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ? ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇംഗ്ലീഷിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം. മൈ ബ്രദർ ആൻഡ് ഡാഷ് ഗോയിങ് ടു ദ മൂവി. മൈ ബ്രദർ ആൻഡ് മീ ആണോ, മൈ ബ്രദർ ആൻഡ് ഐ ആണോ, മൈ ബ്രദർ ആൻഡ് മൈൻ ആണോ, മൈ ബ്രദർ ആൻഡ് മൈ ആണോ? ഇതിന് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത മലയാളത്തിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, 10ാമത്തെ ചോദ്യം. ഇരുണ്ട രാത്രിയിൽ ഉറക്കെ ചിരിച്ചുകൊണ്ട് ആ ഭ്രാന്തി അവിടെ ഓടി നടന്നു. ഇരുണ്ട രാത്രിയിൽ ഉറക്കെ ചിരിച്ചുകൊണ്ട് ആ ഭ്രാന്തി അവിടെ ഓടി നടന്നു. ഇതിൽ ക്രിയാവിശേഷണം ഏത്? ഓക്കെ. ചിരിച്ചുവാണോ, ഓടിയാണോ, ഇരുണ്ടയാണോ, ഉറക്കെയാണോ? ഇതിനകത്ത് ഏതാണ് ക്രിയാവിശേഷണം എന്ന് കണ്ടെത്തി എഴുതുക. അപ്പം നമ്മുടെ 10 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആൻസറുകളിലേക്ക് കടക്കേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ പറയുന്ന ആൻസറും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആൻസറുകളുമായി കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ ശരി ഉത്തരങ്ങൾ എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.
അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാമല്ലോ അല്ലേ. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് നിലവിൽ വന്ന വർഷം 1971 കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് നിലവിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ കേരളത്തിലെ പാർപ്പിട പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത്? കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് എന്ന് പറയുന്നത്. അവിടെ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും അവർ സെർവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എൻവയോൺമെന്റലി വീക്കർ സെക്ഷൻ ഉണ്ട്, മിഡിൽ ഇൻകം ഗ്രൂപ്പ് ഉണ്ട്, ഹൈ ഇൻകം ഗ്രൂപ്പ് ഉണ്ട്, ലോ ഇൻകം ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ എല്ലാ ഗ്രൂപ്പിലുള്ള ആളുകൾക്കും അവരുടെയും ഭവന നിർമ്മാണ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി 1971 നിലവിൽ വന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു വസ്തുത, നമ്മുടെ ഹൗസിംഗ് മിനിസ്റ്റർ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ ഹൗസിംഗ് മിനിസ്റ്റർ ഇ ചന്ദ്രശേഖരനാണ്. ഹൗസിംഗ് ബോർഡ് ഹൗസിംഗ് മിനിസ്റ്ററുടെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം, കുടൈ കിറ്റ്മാഗർ എന്ന് പറയുന്ന മൂവ്മെന്റ്, ഓക്കെ, അല്ലെങ്കിൽ സെർവന്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആര്? അത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ഏതിന് നേതൃത്വം നൽകിയത്? കുടൈ കിറ്റ്മാഗർ അല്ലെങ്കിൽ സെർവന്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന മൂവ്മെന്റിന് നേതൃത്വം നൽകിയത്. ഓക്കെ, ഇതൊരു നോൺ വയലന്റ് ആർമി ആയിരുന്നു. ഓക്കെ, ഇതൊരു നോൺ വയലന്റ് ആർമി ആയിരുന്നു. നമ്മുടെ ഗാന്ധിജിയുടെ ഒരു ഫോളോവർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മൂവ്മെന്റും എന്തായിരുന്നു? ഒരു നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഒരു സത്യാഗ്രഹ പോലെയൊക്കെ ഉള്ള ഒരു മൂവ്മെന്റ് തന്നെയായിരുന്നു ഏതെന്ന് പറയുന്നത്? കുടൈ കിറ്റ്മാഗർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ പത്താൻ എന്ന് പറയുന്ന നമ്മൾ കേട്ടില്ലേ, പത്താൻ എന്ന് പറയുന്ന ആളുകൾക്ക് ഇടയിലുണ്ടായിരുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു കുടൈ കിറ്റ്മാഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഈ നമ്മളുടെ പിന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഈ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ നമുക്ക് പരിചയം ഉണ്ടാവും. എന്ത് പറയും? അതിർത്തി ഗാന്ധി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഫ്രണ്ടിയർ ഗാന്ധി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതിന് കുറച്ച് വിശേഷങ്ങളുമുണ്ട്. അദ്ദേഹം ബാദ്ഷാ ഖാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു, സർഹാദി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു, ഫ്രണ്ടിയർ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു, സീമന്ത് ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയും പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് കുടൈ കിറ്റ്മാഗർ അല്ലെങ്കിൽ സെർവന്റ് ഓഫ് ഗോഡ് മൂവ്മെന്റിന് നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പേരുകൾ പറയാം. ബാദ്ഷാ ഖാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു, സർഹാദി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു, ഫ്രണ്ടിയർ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു, പിന്നെന്താണ്? സീമന്ത് ഗാന്ധി. അപ്പോൾ കുടൈ കിറ്റ്മാഗർ ഏത് വിഭാഗത്തിലുള്ള മൂവ്മെന്റ് ആണെന്ന് ചോദിച്ചാൽ അത് പത്താൻ കമ്മ്യൂണിറ്റിയിലുള്ള മൂവ്മെന്റ് ആണ് എന്ന് പറയുന്നത് കുടൈ കിറ്റ്മാഗർ എന്ന് പറയുന്നത്. ഇതൊരു നോൺ വയലന്റ് ആർമി ആയിരുന്നു. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? വല സമുദായ സഭ സ്ഥാപിച്ചതാര്? വല സമുദായ സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇത് നമ്മളുടെ ഇതിന്റെ പഴയ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. കല്യാണദായിനി സഭ എന്നായിരുന്നു ഇതിന്റെ ഓൾഡ് നെയിം. അപ്പം വല സമുദായ പരിഷ്കാര സഭയുടെ പഴയ പേര് എന്തായിരുന്നു? കല്യാണദായിനി സഭ എന്നായിരുന്നു. ഇത് 1912 1912 ഓക്കെ, 1912 ഇത് സ്ഥാപിച്ചത്. 1912 ഓക്കെ, 1912 എന്ത് സ്ഥാപിച്ചത്? വല സമുദായ സഭ സ്ഥാപിച്ചത്. ഓക്കെ, ഈ KP കറുപ്പൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലിങ്കൻ ഓഫ് കേരള. കേരളത്തിലെ കേരള ലിങ്കൻ എന്ന് പറയുന്ന ആ പേരിൽ അറിയപ്പെടുന്ന ആളാണ് KP കറുപ്പൻ എന്ന് പറയുന്നത്. ഇത് ഫിഷർമാൻ കമ്മ്യൂണിറ്റീസിൽ വേണ്ട ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വല സമുദായ പരിഷ്കാരണി സഭ സ്ഥാപിച്ചത്. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നിമോ ബാസ്കോ പവർ പ്രൊജക്ട് ഏത് സംസ്ഥാനത്തിലാണ് ഉള്ളത്? ഓക്കെ, അത് ജമ്മു കാശ്മീരിലാണ് നിമോ ബാസ്കോ പവർ പ്രൊജക്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ ഇൻഡസ് നദിയുടെ കുറുകെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ പവർ പ്രൊജക്ട് ഉള്ളത്. ഇൻഡസ് നദി ലേ ഡിസ്ട്രിക്റ്റിലാണ്. ജമ്മു കാശ്മീരിലെ ലേ ഡിസ്ട്രിക്റ്റിൽ കൂടെ ഒഴുകുന്ന ഇൻഡസ് നദിക്ക് കുറുകെയാണ് നിമോ ബാസ്കോ പവർ പ്രൊജക്ട് ഉള്ളത്. ഓക്കെ, ഈ പവർ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. ഓഗസ്റ്റ് 2014 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട മറ്റ് ചില പവർ പ്രോജക്റ്റുകൾ നോക്കാം. നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ മറ്റൊരു പ്രധാനപ്പെട്ട പവർ പ്രോജക്റ്റാണ് സലാൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറയും. ഓക്കെ, അത് നമ്മുടെ ചെനാബ് റിവറിന് കുറുകെയാണ്. ഏതാണ്? ചെനാബ് റിവറിന് കുറുകെയുള്ള സലാൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ മറ്റ് പ്രധാന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പവർ പ്രോജക്റ്റുകൾ കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ശിവസമുദ്രം, ശരാവതി ഈ രണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റും കർണാടകയിലാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ശിവസമുദ്രമുണ്ട്, ശരാവതി ഉണ്ട്. ഇത് രണ്ടും ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളാണ്. ഇത് കർണാടകത്തിലാണ്. കോർബ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, ഛത്തീസ്ഗഡിൽ ഉള്ള പവർ പ്രോജക്റ്റ് ആണ് എന്ന് പറയുന്നത് കോർബ എന്ന് പറയുന്നത്. പിന്നെ കോർബ ഛത്തീസ്ഗഡിലാണ്. ഒബ്ര, പങ്കി ഇത് രണ്ടും തെർമൽ പവർ സ്റ്റേഷനാണ്. ഓക്കെ, ഈ രണ്ട് തെർമൽ പവർ സ്റ്റേഷനും പിന്നെ റിഹാൻഡ്, യമുന ഈ രണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റും ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഉത്തർപ്രദേശിലെ 4 ഉണ്ട്. ഒബ്ര, പങ്കി ഇത് തെർമൽ പവർ സ്റ്റേഷനാണ്. റിഹാൻഡ്, യമുന ഇത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ആണ്. ഈ രണ്ടും എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അടുത്ത കൊയ്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്
ട്രോംബെ തെർമൽ പവർ പ്രോജക്റ്റ്, നാസിക് പവർ സ്റ്റേഷൻ, കൊരാടി തെർമൽ പവർ സ്റ്റേഷൻ. ഇവയെല്ലാം മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്? കൊയ്നയുണ്ട്, ട്രോംബയുണ്ട്, നാസിക് ഉണ്ട്, പിന്നെ ഏതാണ്? കൊരാടി ഉണ്ട്. അപ്പോൾ ഈ 4 പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ മഹാരാഷ്ട്രയിലാണ്. ഓക്കെ. ഇനി തമിഴ്നാട്ടിലെ 2 നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ 2 ഒരു 3 നോക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 3 എന്നോറുണ്ട്. ഓക്കെ, തെർമൽ പവർ സ്റ്റേഷനാണ്. പിന്നെ മേട്ടൂരുണ്ട്, നെയ്വേലി ഉണ്ട്. ഇതെല്ലാം തെർമൽ പവർ സ്റ്റേഷനാണ്. ഇതെല്ലാം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അപ്പം അത് ക്ലിയർ ആയല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പം നിമോ ബാസ്കോ എവിടെ നിന്നായിരുന്നു ക്വസ്റ്റ്യൻ? അത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അതൊന്ന് വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. ആ പവർ പ്രോജക്റ്റിന്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള പവർ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ പറഞ്ഞതെല്ലാം. അടുത്ത 5ാമത്തെ ചോദ്യം, ഉരുപിള്ളൈ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അത് അയ്യങ്കാളിയാണ്. ഉരുപിള്ളൈ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. അദ്ദേഹം ജനിച്ചത് നമ്മുടെ വിവേകാനന്ദൻ ജനിച്ച അതേ വർഷമാണ്. എന്നാണ്? 1863. ഓക്കെ. അപ്പോൾ 1863 ആര് ജനിച്ചത്? 1863 നമ്മുടെ അയ്യങ്കാളിയും വിവേകാനന്ദനും രണ്ടുപേരും ജനിച്ചത്. ഓക്കെ. അദ്ദേഹത്തിന് പുലയരാജ എന്ന പേരിൽ അറിയപ്പെടുന്നു. പുലയരാജ എന്ന് പറഞ്ഞ ടൈറ്റിൽ അദ്ദേഹത്തിന് നൽകിയത് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ഗാന്ധിജിയാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആര്? പല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതും അയ്യങ്കാളിയാണ്. പിന്നെ ഇദ്ദേഹം നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ് എന്ന് പറയുന്നത് വില്ലുവണ്ടി സമരം എന്ന് പറയും. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമ്മളെല്ലാം അതിൻ്റെ 125ാമത്തെ വാർഷികം ആഘോഷിച്ചതാണ്. അപ്പോൾ അത് എന്നായിരിക്കും നടന്നത്? ഇത് നടന്നത് നമ്മുടെ വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗം നടന്ന അതേ സമയത്ത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ 1893 വെങ്കാനൂർ തൊട്ട് തിരുവനന്തപുരം വരെ 2 വെളുത്ത കാളകളുടെ കഴുത്തിൽ മണിയും കെട്ടി അദ്ദേഹം ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. ദളിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അന്ന് ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ അതിനെതിരെ നടത്തിയ ഒരു സമരമാണ് ഏതെന്ന് പറയുന്നത് വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. അതിൻ്റെ 125ാം വാർഷികം കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ചു. ഓക്കെ. ഇനി നമ്മുടെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട മറ്റൊരു സമരമാണ് നമ്മുടെ കൊല്ലത്ത് പെരിനാട് നടത്തിയ പെരിനാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം, കല്ലുമല സമരം എന്ന് പറയും. അപ്പോൾ എന്താണ്? കൊല്ലത്ത് പെരിനാട് നടത്തിയ പെരിനാട് ലഹള അല്ലെങ്കിൽ കല്ലുമല സമരം എന്ന് പറയുന്നത് അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ്. അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത് ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്നാണ്. എന്താണ്? ഗ്രേറ്റ് സൺ ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഈ അടുത്തിടയ്ക്കുള്ള ഒരു പരീക്ഷയ്ക്ക്. നമ്മുടെ അയ്യങ്കാളിയുടെ 152ാമത് ബർത്ത് ആനിവേഴ്സറി അറ്റൻഡ് ചെയ്ത പ്രൈം മിനിസ്റ്റർ ആര് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ. വളരെ സിമ്പിളാണ്. ജനിച്ച വർഷം പ്ലസ് 152 നോക്കുക. ഓക്കെ. അപ്പോൾ എന്ത് വരും? 2014 ശേഷം ഒരു വർഷമായിരിക്കും വരിക. 2014 ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? നരേന്ദ്രമോദി. അപ്പോൾ അതിന് ആൻസറും നരേന്ദ്രമോദി തന്നെയാണ്. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൈം മിനിസ്റ്റർ ഹു അറ്റൻഡഡ് 152 ബർത്ത് ആനിവേഴ്സറി ഓഫ് അയ്യങ്കാളി. ഓക്കെ. അത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത നമുക്ക് 6ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ സോൾ പീസ് പ്രൈസ് 2018 വാസ് അവാർഡഡ് ടു. സോൾ പീസ് പ്രൈസ് 2018 ആർക്കാണ് അവാർഡ് ചെയ്തത്? അവാർഡ് ചെയ്തത് 2019 പ്രഖ്യാപിച്ചത് 2018 ആർക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് മറ്റാർക്കുമല്ല, നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിക്കാണ് അത് കൊടുത്തത്. അത് ലഭിച്ചത് 2 ദിവസം മുന്നെയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഇത് ഫെബ്രുവരി 23 ഇതിനൊരു 2 ദിവസം മുന്നെയാണ് അത് അവാർഡ് ചെയ്തത്. കൊറിയയിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തിരുന്നു. കൊറിയയിൽ വിസിറ്റ് ചെയ്തിരുന്ന സമയത്താണ് അത് കൊടുത്തത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ, എന്തിനാണ് ഈ സോൾ പീസ് പ്രൈസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ 24ാമത്തെ ഒളിമ്പിക്സ് ഗെയിംസ് നമ്മുടെ ഈ സൗത്ത് കൊറിയയുടെ ക്യാപിറ്റലായ സോളിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ എല്ലാ വർഷവും എന്താണ് ഈ സോൾ പീസ് പ്രൈസ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. എല്ലാ വർഷവും അല്ല, അത് പറഞ്ഞ് തെറ്റിപ്പോയതാണ്. ഇതൊരു ബൈനിയൽ റെക്കഗ്നേഷൻ ആണ്. 2 വർഷത്തിലൊരിക്കൽ മാത്രമേ അത് കൊടുക്കാറുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് തുടങ്ങിയത് 1990 ഓക്കെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ഈ സോൾ പീസ് പ്രൈസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത നമുക്ക് 7ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് വളരെ എളുപ്പമാണ്. ഇത് -1, -2, -3, -4, -5 അങ്ങനെ കുറച്ച് പോയാൽ മതി. അപ്പം ആദ്യം 1 കുറയ്ക്കുക, അപ്പോൾ 19 കിട്ടും. 19 നിന്ന് 2 കുറയ്ക്കുമ്പോഴത്തേക്ക് 17 കിട്ടും. 17 നിന്ന് 3 കുറയ്ക്കുമ്പോൾ 14 കിട്ടും. 14 നിന്ന് 4 കുറയ്ക്കുമ്പോൾ 10, 10 നിന്ന് 5 കുറയ്ക്കുമ്പോൾ 5. അതാണ് ആ ഓപ്ഷൻ. അപ്പോൾ കൃത്യമായിട്ടുള്ള ആൻസർ ഏതാണ്? സി ആണ്. 14 അതിൻ്റെ ആൻസർ. അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ ഏത്? അതിൻ്റെ പേര് ശക്തി എന്നാണ്. എന്താണ് പേര്? ശക്തി എന്നാണ് നമ്മളുടെ ആദ്യത്തെ തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്ത മൈക്രോ പ്രോസസ്സറിൻ്റെ പേര്. ഇത് ഡെവലപ്പ് ചെയ്തത് IIT മദ്രാസിൽ നിന്നുള്ള കുറച്ച് സ്റ്റുഡൻസ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഡിജീനിയസ് ഡെവലപ്ഡ് മൈക്രോ പ്രോസസ്സർ ഡെവലപ്ഡ് അറ്റ് എവിടെയാണ്? IIT മദ്രാസ്. ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ 3-4 ഓപ്ഷനായിട്ട് പറയുന്ന പരം ഇഷാനും
പരം കാഞ്ചൻജംഗ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടറുകളാണ്. ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പേരാണ് അതെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് 9ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 9ാമത്തെ ചോദ്യം എന്തായിരുന്നു? മൈ ബ്രദർ ആൻഡ് ഡാഷ് ഗോയിങ് ടു ദ മൂവി. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ആൻസർ 3ഉം 4ഉം എന്തായാലും വരില്ല. കാരണം അതെന്താണ്, അതൊരു പൊസഷനാണ്. മൈൻ, എൻ്റെ, മൈ, എൻ്റെ എന്നൊക്കെ പറയും. ഓക്കെ, ദാറ്റ് ഈസ് മൈ പെൻ, എൻ്റെ പെനയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡൺ ബൺ. അങ്ങനെ നമ്മൾ നോക്കി അത് നമുക്ക് ആ സിയും ഡിയും അപ്പം തന്നെ കട്ട് ചെയ്യാം. പിന്നെ നമുക്കുള്ള കൺഫ്യൂഷനാണ് മീ ആണോ ഐ ആണോ എന്നുള്ളത്. ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മളൊന്ന് ഈ സെൻറ്റൻസിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, മൈ ബ്രദർ ആൻഡ് ഐ എന്ന് പറയുന്നതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ പറയാം. എന്താണ്? മൈ ബ്രദർ ഈസ് ഗോയിങ് ടു ദ മൂവി, അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ദ മൂവി. ഓക്കെ, ഇനി ജോയിൻ ചെയ്ത് നോക്കുക. അല്ലാതെ മീ ഗോയിങ് ടു ദ മൂവി നമ്മൾ പറയാറുണ്ടോ? അങ്ങനെ യൂഷ്വലി നമ്മൾ പറയാറില്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സബ്ജക്റ്റായിട്ട് വരുന്ന കേസിൽ നമ്മൾ എന്താണ്, ഐ തന്നെയാണ് പറയാറുള്ളത്. ഐ അല്ലെങ്കിൽ മൈ, അതാണ് മൈ ബ്രദർ ആൻഡ് ഐ എന്ന് തന്നെയാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് അവിടെ ഐ വന്നത്. ഓക്കെ, ഇനി ഈ മീ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് ഒബ്ജക്റ്റായിട്ട് വരുന്ന സമയത്ത്, സബ്ജക്റ്റായിട്ട് വരുന്ന എല്ലാ കേസിലും ഐ തന്നെ വരും, മൈ ബ്രദർ ആൻഡ് ഐ. ഇനി ഇത് ഒരു ഒബ്ജക്റ്റായിട്ട് വരുന്ന കേസിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ, ആഫ്റ്റർ എ റെയിൻ അവർ പ്രൊഫസർ അലോട്ട് മൈ ബ്രദർ ആൻഡ് മീ ടു ഗോ ടു ഹോം. അപ്പോൾ അവിടെ എന്താണ്, ഒബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റായിട്ട് വരുമ്പോൾ എപ്പോഴും എന്താണ്, ഐയെ വരത്തുള്ളൂ. ഒബ്ജക്റ്റ് ആകുമ്പോൾ എന്ത് വരാം, മീ വരാം. ഓക്കെ, അതാണ് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കുക. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പരീക്ഷയ്ക്ക് ഇതിനു മുന്നേ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതുമാണ്. അടുത്തത്, ഇരുണ്ട രാത്രിയിൽ ഉറക്കെ ചിരിച്ചുകൊണ്ട് ആ ഭ്രാന്തി അവിടെ ഓടി നടന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് ക്രിയാവിശേഷണം, ഇതിനകത്ത് ഏതൊക്കെ ക്രിയകളുണ്ട് ആദ്യം അതൊന്ന് നോക്കുക. ചിരിക്കുക എന്ന് പറയുന്നൊരു ക്രിയയുണ്ട്. പിന്നെന്താണ്, ഓടി എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്രിയയാണ്. അപ്പോൾ ഇതിനകത്ത് ആ രണ്ടെണ്ണത്തിൻ്റെയും ഫ്രണ്ടിൽ ഏതെങ്കിലും ഉണ്ടോ? ചിരിച്ചുവിൻ്റെ ഫ്രണ്ടിൽ ഉറക്കെന്നുണ്ട്, ഓടിയുടെ ഫ്രണ്ടിൽ അവിടെ എന്ന് പറയുന്നത് എന്താണ്, ഒരു വിശേഷണമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഉറക്കെ ചിരിച്ചുകൊണ്ട്, അപ്പം ചിരിക്കുക എന്ന് പറയുന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ്. എങ്ങനെ ചിരിച്ചു? ഉറക്കെ ചിരിച്ചു. അപ്പം ഉറക്കെ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചലഞ്ച് നമ്പർ 29 കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്കുണ്ടോ, അവയെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും നേരം PSC റാങ്ക് മേക്കേഴ്സിൻ്റെ ചലഞ്ച് നമ്പർ 29 അറ്റൻഡ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.